അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ദോശയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ദോശയാണ് നമ്മളിന്ന് തായ്യാറാക്കുന്നത്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു 1 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് ചെറിയതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ ചോറാണ്. 1 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ദോശ മാവ് ആട്ടുന്ന രീതി ഒന്ന് ആട്ടിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചുള്ള നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മാവ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത് വെക്കണം പറഞ്ഞാൽ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി അധികം എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ എല്ലാം നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ദോശയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് കഴിക്കാനാണെങ്കിൽ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ അതിനകത്ത് കറിയുടെ ആവശ്യം വരുന്നില്ല. ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലേ കൂട്ടുകാരെ, നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ തയ്യാറാക്കി നോക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ. ഞാനിപ്പോൾ ഇതിനോട് എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ മീൻകറിയാണ്. നല്ല മീൻകറി എടുത്തൊന്ന് കഴിച്ചു നോക്കുമ്പോൾ എന്നാ ടേസ്റ്റാണെന്നറിയാമോ കൂട്ടുകാരെ. അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടത്. ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.